അതായത് 19 വർഷം കഴിഞ്ഞതിന് ശേഷവും ഇങ്ങനെ ഉഡായിപ്പിലൂടെ നേടിയ അവാർഡിന്റെ കളങ്കം മാഞ്ഞിട്ടില്ല. ഹലോ, 70ാമത് നാഷണൽ ഫിലിം അവാർഡും കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും ഒരുമിച്ച് ഒരേ ദിവസം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സംഭവമാണെന്നാണ് പത്രക്കാർ പറയുന്നത്. അപ്പോൾ ഫിലിം അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഏതൊരു അവാർഡ് പ്രഖ്യാപിച്ചാലും ഒരു വിവാദം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഈ അവാർഡ് പ്രഖ്യാപനത്തിലും വിവാദം ഉണ്ടായിട്ടുണ്ട്. സ്റ്റേറ്റ് ഫിലിം അവാർഡിൽ വരുമ്പോൾ ബെസ്റ്റ് നടനുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത്, ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത് പൃഥ്വിരാജിനാണ്. ആടുജീവിതത്തിൽ അഭിനയത്തിന് ചിലരെങ്കിലും പ്രതീക്ഷിച്ച അവാർഡ് തന്നെയാണ്. നാഷണൽ ലെവലിൽ വരുമ്പോൾ അതും നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കാന്താരയിൽ അഭിനയത്തിന് ഋഷഭ് ഷെട്ടിക്കാണ് അവാർഡ് കിട്ടിയത്. അപ്പോൾ ഇവിടെ വിവാദങ്ങൾ പലതാണ് ഉണ്ടായത്. ഒന്ന്, വിവാദമായില്ലെങ്കിലും ബ്ലസ്സി പറഞ്ഞത് ആടുജീവിതത്തിലെ മ്യൂസിക്കിന് വേണ്ട കൺസിഡറേഷൻ കിട്ടിയില്ല. AR റഹ്മാനെ പോലെ ഒരു മഹത്തായ വ്യക്തി, ഒരു ഗ്രേറ്റ് മ്യൂസീഷ്യൻ വന്നു ചെയ്തു. അത് മാത്രമല്ല കേരളം മൂളിക്കൊണ്ട് നടന്ന പാട്ടാണത്. വരികളും മഹത്തരമായിരുന്നു, സംഗീതവും മഹത്തരമായിരുന്നു. എന്നിട്ട് പോലും അതിന് അവാർഡിന് പരിഗണിച്ചില്ല എന്നതിൽ വിഷമമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം ഒരു വിവാദം ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം എനിക്കറിയാം എങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതോടുകൂടി ആ വിവാദം കഴിഞ്ഞു. അതേസമയം ആടുജീവിതത്തിന് പൃഥ്വിരാജിന് അവാർഡ് കൊടുത്തതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പ് ഇല്ല. അതെന്റെ മാത്രം ഒപ്പീനിയനാണ്. അതിന് കാരണമെന്ന് വെച്ചാൽ ഒരാളുടെ ഡെഡിക്കേഷൻ കണ്ടിട്ടോ ആ മേക്കപ്പ് കണ്ടിട്ടോ ആ ലുക്ക് കണ്ടിട്ടോ അല്ല അവാർഡ് കൊടുക്കേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത്. ആടുജീവിതത്തിലെ പൃഥ്വിരാജിന്റെ കഥാപാത്രം, അദ്ദേഹത്തിന്റെ പ്രസന്റേഷൻ, അദ്ദേഹത്തിന്റെ അഭിനയം വേണ്ട ലെവലിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അതേ സ്ഥാനത്ത് മറ്റേതെങ്കിലും നടനായിരുന്നെങ്കിൽ, ഫഹദ് ഫാസിലോ അതേപോലെ ഏതെങ്കിലും നടനായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട്, കുറച്ചുകൂടെ ആ വേദന കണ്ണുകളിലൂടെ കൺവേ ചെയ്തുകൊണ്ട് അഭിനയിക്കുമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അതേസമയം തന്നെ പൃഥ്വിരാജിന് വേണ്ട രീതിയിലുള്ള ഒരു കോമ്പറ്റീഷൻ സ്റ്റേറ്റ് ലെവലിൽ ഉണ്ടായിരുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. മമ്മൂക്കയുടെ കണ്ണൂർ സ്ക്വാഡ് മമ്മൂക്ക മാത്രമാണ് അദ്ദേഹത്തിന് കോമ്പറ്റേറ്റീവ് ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ നാഷണൽ ലെവലില് ടൈംസ് നൗവും ടൈംസ് ഓഫ് ഇന്ത്യയും സൂമും ഇന്നലെ വന്ന മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങളെല്ലാം വെണ്ടയ്ക്ക നിർത്തിയത് മത്സരം ഋഷഭ് ഷെട്ടിയും മമ്മൂക്കയും തമ്മിൽ ആണ് എന്നായിരുന്നു. ഋഷഭ് ഷെട്ടിയുടെ കാന്താര, മമ്മൂക്കയുടേത് റോഷാക്കും നൻപകൽ നേരത്തും മയക്കവും. അങ്ങനെയാണ് വെണ്ടയ്ക്ക നിരത്തിക്കൊണ്ടിരുന്നത്. ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അവസാനം അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ഋഷഭ് ഷെട്ടിക്കാണ് കൊടുത്തത്. അതോടുകൂടി സോഷ്യൽ മീഡിയ ഇളകി മറിഞ്ഞു. മമ്മൂക്കയുടെ മതം, രാഷ്ട്രീയം ഇതൊക്കെ കൊണ്ടാണ് കൊടുക്കാത്തത്. ഇതിനു മുമ്പ് പേരൻപനും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പലപ്പോഴായിട്ട് തഴഞ്ഞത് അദ്ദേഹത്തിന്റെ മതം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകൾ കൊണ്ട് മാത്രമാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഒരു മെജോറിറ്റി അഭിപ്രായപ്പെട്ടത്. അപ്പൊ അതിനെല്ലാം തിരുത്തുന്ന ഒരു കമന്റ് വന്നിരിക്കുകയാണ്. ഈ അവാർഡ് ജൂറി സൗത്ത് സോണിൽ നിന്നുള്ള മെമ്പറായിരുന്ന MB പത്മകുമാർ. അദ്ദേഹം സൗത്ത് സോണിൽ നിന്നുള്ള മെമ്പറായിരുന്നു അവാർഡ് ജൂറിയിലെ. അദ്ദേഹം പറയുന്നത് ഇത്തരം യാതൊരു കാര്യങ്ങളും, യാതൊരു ഇടപെടലുകളും അവാർഡ് നിർണയത്തിൽ നടക്കുന്നില്ല. ഇദ്ദേഹത്തെയും മറ്റ് ജൂറി അംഗങ്ങളെ എല്ലാം വിളിച്ചൊരു മീറ്റിംഗ് നടത്തിയിരുന്നു മന്ത്രിയായ അനുരാഗ് ഠാക്കൂർ. അദ്ദേഹം ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തില്ല. അദ്ദേഹം മറ്റ് സിനിമകൾ നേരിടുന്ന പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളും സംസാരിച്ചുള്ളൂ, അതല്ല മറ്റൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ സ്വതന്ത്രമായ തീരുമാനം എടുക്കൂ എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഇപ്പോൾ പുതിയൊരു വിവാദത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് മമ്മൂക്കയുടെ ഒരൊറ്റ സിനിമ പോലും അവാർഡിനായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നില്ല. നൻപകൽ നേരത്തെ മയക്കം, റോഷാക്ക് രണ്ടിലും അതിഗംഭീര അഭിനയമായിരുന്നു. അതിൽ രണ്ട് അഭിപ്രായം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ രണ്ടിലും ഗംഭീര അഭിനയമായിരുന്നു. എന്നിട്ട് പോലും ആ സിനിമകൾ അവാർഡിന് അയച്ചില്ല. അങ്ങനെ മലയാള സിനിമയ്ക്കുള്ള ഒരു ചാൻസ് നഷ്ടപ്പെടുത്തിയെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അപ്പോൾ ഇത് അദ്ദേഹം പറഞ്ഞത് സത്യമാണോ കള്ളമാണോ എന്നറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. മമ്മൂട്ടി കമ്പനി ഒരു പ്രസ്താവന ഇറക്കിയാൽ മതി. കാരണം മമ്മൂട്ടി കമ്പനിയാണല്ലോ തീരുമാനിക്കുന്നത് ഏത് സിനിമ അവാർഡിന് അയക്കണം, തങ്ങളുടെ സിനിമ അവാർഡിന് അയക്കണോ വേണ്ടെന്നുള്ളത് മമ്മൂട്ടി കമ്പനിയായ എന്ന പ്രൊഡ്യൂസറാണ് പറയേണ്ടത്. അവർ ക്ലാരിഫൈ ചെയ്താൽ തീരുന്ന വിവാദമേ ഉള്ളൂ. ആക്ച്വലി മിക്കവാറും MB പത്മകുമാർ പറയുന്നത് സത്യമായിരിക്കാനാണ് സാധ്യത. കാരണം അദ്ദേഹം പറയുന്ന കള്ളമാണെങ്കിൽ പെട്ടെന്ന് തന്നെ തിരുത്തപ്പെടും, പെട്ടെന്ന് തന്നെ എതിരഭിപ്രായം മമ്മൂട്ടി കമ്പനി ഇറക്കും. അല്ല, അങ്ങനെയല്ല, അദ്ദേഹം കള്ളം പറയാണെന്നാണ് എന്ന് അവർ പറയും. അതോടുകൂടി ഇദ്ദേഹത്തിന്റെ കള്ളം പൊളിയും എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ പിന്നെ ഇങ്ങനൊരു കള്ളം പറയാൻ എളുപ്പമല്ല. കാരണം എതിർപക്ഷത്ത് നിൽക്കുന്നവർ ഈസിലി ക്ലാരിഫൈ ചെയ്യാൻ പറ്റും, ഞങ്ങൾ അയച്ചിരുന്നു, അതിനെ കൺസിഡർ ചെയ്തില്ല എന്നുള്ളത് അവർക്ക് പെട്ടെന്ന് തന്നെ ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ MB പത്മകുമാർ പറയുന്നത് ശരിയാണെന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം അദ്ദേഹം സിനിമകൾ അയക്കാത്തതിന് കാരണം ഇതൊക്കെ തന്നെയായിരിക്കും. എൻ്റെ സിനിമകൾ കൺസിഡർ ചെയ്യാൻ സാധ്യത കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കും മമ്മൂക്ക തീരുമാനിച്ചത് സിനിമയൊന്നും അയക്കേണ്ട, അങ്ങനെ നാഷണൽ അവാർഡ് എനിക്ക് ആവശ്യമില്ല എന്ന്. നാഷണൽ അവാർഡിന് ചെന്നിരുന്നെങ്കിലും കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല. കാന്താരയ്ക്ക് കൂടുതൽ ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
MP പത്മകുമാർ പറയുന്ന ബാഹ്യ ഇടപെടലുകളൊന്നും ഉണ്ടാവാറില്ല, മിനിസ്ട്രി ലെവലിൽ നിന്നോ രാഷ്ട്രീയപരമായ യാതൊരു ഇന്റർഫിയറൻസും ഉണ്ടാവാറില്ല എന്നാണ്. പക്ഷേ ഇടപെടലുകൾ ഉണ്ടാവാറുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ആന്ധ്രയിൽ BJPക്ക് ഒരു ഹോൾഡ് വേണം, BJP അവിടെ ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമുണ്ടെന്ന് തോന്നിയപ്പോൾ പുഷ്പയിലെ അഭിനയത്തിന് അല്ലു അർജുന് അവാർഡ് കൊടുത്തു. അതല്ലെങ്കിൽ പുഷ്പയില് അല്ലു അർജുന് അവാർഡ് കൊടുക്കാൻ വേണ്ടിയുള്ളതായിട്ട് ഒന്നുമുള്ളതായിട്ട് സാധാരണ ഒരു പ്രേക്ഷകന് തോന്നില്ല. അതിനകത്ത് പ്രത്യേകിച്ചൊന്നും അയാൾ ചെയ്യുന്നില്ല. ആകെ ഫയർ അല്ല, ഫ്ലവർ അല്ല, എന്നൊക്കെ ഡയലോഗ് അടിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ പ്രത്യേകിച്ച് അതിനകത്ത് അവാർഡ് കൊടുക്കാൻ വേണ്ടി ലെവലിലൊന്നും അല്ലു അർജുൻ ചെയ്തിട്ടില്ല. പിന്നെ പുറത്തു നിന്നുള്ള ഇടപെടലുകൾ ഉണ്ടാവില്ല എന്ന് ഇദ്ദേഹത്തിന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം 2005 ഫിലിം അവാർഡ് തന്നെ ഒരു ഉദാഹരണമാണ്. അന്ന് ഏറ്റവും ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് കിട്ടിയത് സെയ്ഫ് അലി ഖാനാണ്. ഹംദും എന്ന സിനിമയിൽ അഭിനയത്തിനാണ് കിട്ടിയത്. 2004 പുറത്തിറങ്ങിയ സിനിമയാണ് ഹംദും. അവാർഡ് കിട്ടിയത് 2005 ഇദ്ദേഹത്തിന് ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് കിട്ടി. അദ്ദേഹത്തിന്റെ അമ്മ ഷർമിള ടാഗോർ ആയിരുന്നു ആ സമയം CBFCയുടെ ചെയർപേഴ്സൺ. സെൻട്രൽ ബ്യൂറോ ഫോർ ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർമാൻ അദ്ദേഹത്തിന്റെ അമ്മയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവാർഡ് കിട്ടിയതെന്നാണ് പറയപ്പെടുന്നത്. അല്ലെങ്കിൽ ആ സമയം ഷാറുഖ് ഖാന്റെ സ്വദേശ് ഉണ്ടായിരുന്നു, നമ്മുടെ മമ്മൂക്കയുടെ കാഴ്ച ഉണ്ടായിരുന്നു. അതും ബ്ലസ്സിയുടെ തന്നെ സിനിമയാണ്. ഈ രണ്ട് നടന്മാരുടെ അഭിനയം സെയ്ഫ് അലി ഖാനേക്കാൾ വളരെ മികച്ചത് തന്നെയായിരുന്നു. കാരണം ഹംദും എന്ന സിനിമയിലും പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ലവ് സ്റ്റോറി എന്തൊക്കെ പരിപാടിയായിരുന്നു, അതിനകത്ത് പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിന് അവാർഡ് കൊടുത്തത് ഇടപെടലുകൾ ഇല്ലാതെയാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ 2005 അവാർഡ് കൊടുത്തത്, ഇപ്പോഴും അതിന്റെ വിവാദം തീർന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈയിടെ ജൂണിൽ അതിനെപ്പറ്റി ഒരു സ്റ്റേറ്റ്മെന്റ് സെയ്ഫ് അലി ഖാൻ കൊടുത്തിരുന്നു. അതായത് 19 വർഷം കഴിഞ്ഞതിന് ശേഷവും ഇങ്ങനെ ഉഡായ്പിലൂടെ നേടിയ അവാർഡിന്റെ കളങ്കം മാഞ്ഞിട്ടില്ല എന്ന്. അമ്മയും മകനും ഷർമിള ടാഗോറും സെയ്ഫും ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്നു, ഒരു TV ഷോയിൽ വന്നിരുന്നു. ആ സമയം സെയ്ഫ് അലി ഖാൻ പറഞ്ഞു, ഇല്ല, എൻ്റെ അമ്മയൊന്നും ഇടപെട്ടിട്ടില്ല, അമ്മ ഇടപെട്ടിരുന്നെങ്കിൽ ഇതിലും വലിയ കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തന്നേനെന്ന്. അതൊക്കെ ചുമ്മാ ഇതിലും വലിയ എന്ത് അവാർഡ് കിട്ടാനാണ് ഒരു സിനിമ നടന്ന്? പത്മശ്രീ, പത്മഭൂഷൺ ഒക്കെ കിട്ടുമായിരിക്കാം. അതിന് അമ്മ വിചാരിച്ചിട്ട് കാര്യമില്ല, അതിലും മുകളിലുള്ള വല്ലവരും വിചാരിക്കേണ്ടതുണ്ട്. ആ സമയത്ത് അമ്മയെ കൊണ്ട് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം നാഷണൽ അവാർഡ് വാങ്ങിത്തരിക എന്നുള്ളതായിരുന്നു. അത് മകന് വാങ്ങിച്ചു കൊടുത്തു. ഇതിനർത്ഥം സെയ്ഫ് അലി ഖാൻ അഭിനയിക്കാൻ അറിയാത്തവനാണെന്നോ അഭിനയം നല്ലതല്ല എന്നോ അല്ല. ഇപ്പൊ ഓംകാര പോലുള്ള സിനിമകൾ കണ്ടാൽ, ഓംകാരം എന്ന് വെച്ചാൽ നമ്മുടെ മലയാളത്തിലെ കളിയാട്ടം, അതിന്റെ ഹിന്ദി വേർഷനാണ് ഓംകാര. ഏതാണ് ആദ്യം ഇറങ്ങിയെന്നുള്ളത് നോക്കേണ്ടി വരും. എന്തായാലും അതിൽ അജയ് ദേവ്ഗണും ഇദ്ദേഹവുമാണ്. അതിൽ ഒടുക്കത്തെ അഭിനയമാണ് സെയ്ഫ് അലി ഖാൻ്റെ. അപ്പോൾ അഭിനയമൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഹംദും എന്ന സിനിമയിൽ അവാർഡ് കൊടുക്കാൻ വേണ്ടി യാതൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് സത്യം. അപ്പോൾ മമ്മൂക്കയുടെ ഈ അവാർഡ് വിവാദം ഇതോടുകൂടി തീരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ജൂറി അംഗം തന്നെ പറഞ്ഞിരിക്കുന്നത് മമ്മൂക്കയുടെ ഒരൊറ്റ സിനിമ പോലും ഈ അവാർഡിനായിട്ട് പരിഗണിക്കാൻ വേണ്ടി വന്നിട്ടില്ല എന്നാണ്. അദ്ദേഹം പറഞ്ഞത് നല്ലൊരു ചാൻസ് ആയിരുന്നു, അത് ഉപയോഗിച്ചില്ല. മമ്മൂക്കയുടെ സിനിമ ചെന്നിരുന്നെങ്കിൽ അവാർഡ് കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം കഴിവ് മാത്രമല്ല പലപ്പോഴും അംഗീകരിക്കപ്പെടുന്നത്, ഭരിക്കുന്ന പാർട്ടിക്ക് എന്തൊക്കെ ഗുണമുണ്ട് എന്നതും കൂടി അവർ ശ്രദ്ധിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട് എന്നാണ് വാസ്തവം. അവർ ഋഷഭ് ഷെട്ടിക്ക് കാന്താരയ്ക്ക് കിട്ടാനായിരുന്നു സാധ്യത അപ്പോഴും കൂടുതൽ. ഋഷഭ് ഷെട്ടിയുടെ കാന്താരയിലെ അവസാനത്തെ ക്ലൈമാക്സിൽ ഒരു 10-25-30 മിനിറ്റ് അന്യായ അഭിനയം തന്നെയാണ്. അത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. അദ്ദേഹത്തിന് ട്രാൻസ്ഫോർമേഷനും മറ്റുമൊക്കെ ഒരു വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ എന്തായാലും അവാർഡ് കിട്ടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ ആട്ടം, മലയാളത്തിലെ ആട്ടം, ആനന്ദ് ദേഗർഷിയുടെ ആട്ടം ബെസ്റ്റ് ഫീച്ചർ ഫിലിമായിട്ട് സെലക്ട് ചെയ്തെന്ന് പറയുമ്പോൾ അത് തന്നെ നമുക്ക് അഭിമാനിക്കാനുള്ള കാര്യമാണ്. കാരണം ആ സിനിമയും അത്രയും ക്വാളിറ്റി ഉള്ള സിനിമയാണ്. കണ്ടിട്ടില്ലേ, കാണുക. ഇത്രയും ക്വാളിറ്റി ഉള്ള സിനിമയാണ്, അത് അംഗീകരിക്കപ്പെടുന്നതാണ് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അവാർഡ് കിട്ടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ.